കടവത്തെ കാറ്റൊന്നും മിണ്ടിയില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന ഇന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. പട്ടുതൂവാലയും വാസന തൈലവും അവൾക്കു നൽകാനായി കരുതി ഞാൻ. പട്ടുറുമാലു വേണ്ട, അത്തറിൻ മണം വേണ്ട, നെഞ്ചിലെ ചൂട് മാത്രം മതി ഇവൾക്ക്. കടവത്ത് തോണിയിറങ്ങാൻ കൈവള കൈ പിടിക്കാൻ അതു കണ്ട് ലാവ് പോലും കൊതിച്ചോട്ടെ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. ജാലകം പാതി തുറന്നിനി, പാതിരാമയക്കം മറന്നിരിക്കാം. തല ചായ്ക്കുവാനായി നിനക്കെന്നുമെൻ്റെ കരളിൻ്റെ മണിയറ തുറന്നു തരാം. ഇനി എന്തു വേണം, എനിക്കെന്തു വേണമെൻ ജീവന്റെ ജീവൻ കൂടെയില്ലേ. കല്ലായി കടവത്തെ കാറ്റൊന്നും മിണ്ടില്ലേ, മണിമാരൻ വരുമെന്ന് ചൊല്ലിയില്ലേ. വരുമെന്നു പറഞ്ഞിട്ടും വരവൊന്നും കണ്ടില്ല, കൽബിലെ മൈന എന്നും ഉറങ്ങിയില്ല. മധുമാസരാവിൻ വെൺചന്ദ്രനായി ഞാൻ അരികത്തു നിന്നിട്ടും കണ്ടില്ലേ, നീ കണ്ടില്ലേ. ടീം പാട്ടുവീട് സൂപ്പർബായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കേൾക്കാൻ. നല്ല രസമുണ്ടായിരുന്നു. നല്ല ലയിച്ച് ചേർന്ന് ആ കല്ലായി കടവത്ത് നമ്മളും പോയിരുന്ന പോലെ ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ചേട്ടാ, ഈ പാട്ട് വീടിനെ കുറിച്ചിട്ട് കൂടുതൽ അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? എന്താണ് പറയാനുള്ളത് നിങ്ങളുടെ ഈ ഫാമിലിയെ കുറിച്ച്? പാട്ട് വീടിന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്, എൻ്റെ കുടുംബജീവിതം വളരെ ദാരിദ്ര്യത്തിൽ നിന്ന് വന്നാണ്. പാട്ട് പഠിക്കാനൊന്നും ചെറുപ്പത്തിൽ സാധിച്ചിട്ടില്ല. ഒരു 18 വയസ്സ് ആയതിനു ശേഷമാണ് കുറച്ച് പാട്ടുകൾ പഠിക്കാൻ സാധിച്ചത്. എൻ്റെ സഹോദരിമാരും അതുപോലെ ചേട്ടനൊക്കെ പാടുമായിരുന്നു. പക്ഷെ അവർക്കൊന്നും ജോലി ചെയ്യേണ്ടതുകൊണ്ട് ചേട്ടൻ വീടിൻ്റെ ഭാരം ഏറ്റെടുത്തു. പണ്ടിക്കാലത്ത് മ്യൂസിക് പഠിക്കാനൊന്നും സാമ്പത്തികപരമായി നിൽക്കുന്ന ആളുകൾക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്നെ പഠിപ്പിച്ചത് കൈതപ്രം വിശ്വനാഥൻ മാസ്റ്ററാണ്. സൗജന്യമായിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. എൻ്റെ അവസ്ഥ കണ്ടിട്ട് കുറച്ച് കാലേ ഞാൻ പഠിച്ചിട്ടുള്ളൂ. യെസ്, അപ്പോൾ എന്തായാലും നല്ലൊരു പെർഫോമൻസ് നിങ്ങൾ കാഴ്ചവെച്ചു.